നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പടി എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനകളുടെ സങ്കേതമായ പുന്നത്തൂർ കോട്ട അല്ലെങ്കിൽ ആനക്കോട്ട എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ ആനത്താവളം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലം സന്ദർശിക്കുന്നവരും അല്ലാത്തവരുമായ നിരവധി ആനപ്രേമികളാണ് ദിനംപ്രതി ഇവിടെ സന്ദർശിക്കുന്നത്. ഗുരുവായൂരപ്പന് ഭക്തന്മാർ നേർച്ചയെ സമർപ്പിക്കുന്ന ആനകളാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ളത്. 100ഓളം ആനകളുണ്ടായിരുന്ന ആനക്കോട്ടയിൽ ഇപ്പോൾ 40ഓളം ആനകൾ മാത്രമേ ഉള്ളൂ. പണ്ട് പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു ഈ പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ രാജാക്കന്മാരുടെ സ്വത്തായിരുന്ന ഈ ഭൂമി 1975 ക്ഷേത്ര ഭരണാധികാരികൾ ഏറ്റെടുക്കുകയും ഇവിടെ ആനകളുടെ സങ്കേതമാക്കി മാറ്റുകയും ചെയ്തു. ഇവിടെ ശിവനും ഭഗവതിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയുണ്ട്. പ്രശസ്തമായ മലയാള സിനിമ ഒരു വടക്കൻ വീരകഥ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഒരാൾക്ക് 20 രൂപയാണ് ഈടാക്കുന്നത്. കൂടാതെ ക്യാമറ ഉപയോഗിക്കുന്നതിന് 25 രൂപയും അധികമായി കൊടുക്കേണ്ടതുണ്ട്. പുന്നത്തൂർ കോട്ടയിൽ നമ്മൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല, പുറമേ നിന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. 12 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഈ ആനത്താവളം. ഞാൻ ചെന്ന ദിവസം അന്ന് വൈകുന്നേരം ആനയൂട്ട് എന്ന പരിപാടി ഉള്ളതുകൊണ്ട് കുറേ ആനകളെയെല്ലാം മാറ്റി പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവയൊന്നും നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. വളരെ മനോഹരമായ പ്രകൃതിദത്തമായ പ്രദേശമാണ് ഈ ആനക്കോട്ട. കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല. ഇവിടെ വരുന്ന കുട്ടികളുടെയും സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ ഡാൻസുകാരൻ. മുഴുവൻ നേരവും ഇങ്ങനെ തലയാട്ടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കലാണ് ഇവൻ്റെ പ്രധാന ഹോബി. ആനകളെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ആനക്കൂടാണിത്. ഇതാണ് പഴയ പുന്നത്തൂർ കൊട്ടാരം. നമ്മൾക്കിങ്ങോട്ട് ഇപ്പോൾ പ്രവേശനമില്ല. ഇതാണ് ഇവിടെയുള്ള ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിലാണ് വടക്കൻ വീരഗാഥയുടെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.